എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓണാഘോഷ പരിപാടിയും ചെറിയൊരു കുടുംബ സംഗമവുമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം സെറ്റ് മുണ്ടുമാണ് ഞാൻ അവിടത്തേക്ക് പോകുന്നത്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ചേർന്നിട്ട് സെറ്റ് മുണ്ട് കളറും പച്ചേൻ്റെ സാരിയുടെ അനുസരിച്ച് പച്ച ബ്ലൗസും ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് പച്ച ബ്ലൗസ്, കുറച്ച് പേര് പിങ്ക് ബ്ലൗസ്, അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ രാവിലെ വന്ന് വരച്ചു കൊടുത്തു. ദെൻ രണ്ടാമത് ഞാൻ പോയിട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പേര് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഞാൻ പോയി അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അത്തപ്പൂ ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വിളക്ക് കത്തിക്കുകയാണ്. അമ്മായിമ്മേരും രഞ്ജിനി ചേച്ചിയും ചേർന്നിട്ട് വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ അത്തപ്പൂ ഇടുന്നത്. ഞങ്ങളിവിടെ അങ്ങനെയാണ്. സോ ഞങ്ങൾ വിളക്ക് കത്തിക്കുകയാണ്. വിളക്ക് കത്തിച്ചതിന് ശേഷം ഞങ്ങൾ അത്തപ്പൂവാണ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. വലിയ രസമൊന്നുമില്ല, എന്നാലും ഒരു ചെറുതായിട്ട് ഞാൻ ചെയ്തതാണ്. മുറ്റത്തായിട്ട് കുറച്ച് മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞങ്ങളത് അനുസരിച്ചിട്ട് ചെയ്തു. ഞങ്ങൾ കുറച്ച് പൂ മാത്രമേ വാങ്ങിച്ചുള്ളൂ, ഒരുപാടൊന്നുമല്ല. എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പൂ മേടിച്ചിട്ട് ഇച്ചിരി സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും ആൾക്കാർ വരാനുണ്ട്. ഒരുപാട് സന്തോഷമാണ് എല്ലാവരും. ഇതാണ് ഞങ്ങളുടെ കുടുംബ വീടെന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടാമത് അത്തപ്പൂ ഇടാൻ തുടങ്ങി. മാമനും പിന്നെ ഒരുപാട് മാമന്മാരവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ മാമന്മാരൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ അമ്മായിമാരൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് മഞ്ഞ എല്ലാ അത്തപ്പൂവിലും നമുക്ക് കാണുന്നതാണ്. മഞ്ഞ കളറും ജമന്തി, ഞാൻ ജമന്തി എന്നാണ് പറയുന്നത്. സോ ഇവിടെ വേറെ കൊങ്ങിണി അങ്ങനെ എന്തോ ആണ് ഈ പൂവിന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത്തപ്പൂ ഡെക്കറേഷൻ ചെയ്യാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അത്തപ്പൂ ഇട്ട് ഇങ്ങനെ കുറച്ച് കംപ്ലീറ്റായി വന്നപ്പോഴത്തേക്കും അമ്മായിമാർ ചേർന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അത്തപ്പൂ കംപ്ലീറ്റ് ആവാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ വന്ന് നമ്മൾ പിന്നെ അവരെയൊക്കെ പറഞ്ഞു വിട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്തപ്പൂ ഇട്ടതിന് ശേഷം വന്ന് ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത്തപ്പൂ ഇട്ട് ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂവിൻ്റെ ഒരു ഇത്. അതിൽ ഓണാശംസകൾ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് പൂ പിന്നെ ലാസ്റ്റ് വന്നപ്പോഴാണ് ആ ഒരു ഐഡിയ വന്നത്. പക്ഷേ കളർ പൂ കിട്ടിയില്ല. പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പൂക്കളം ഇട്ടു. അങ്ങനെ ഞങ്ങൾ അത്തപ്പൂവൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേർ സെറ്റൊക്കെ ഫോട്ടോ എടുത്ത് തന്നു. അത് കഴിഞ്ഞിട്ട് അമ്മാവന്മാരും പിന്നെ ചേട്ടനും ഒക്കെ ചേർന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും കൂടെ പൊതുയോഗത്തിന് വേണ്ടി ചേരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊതുയോഗം ആരംഭിക്കാൻ പോവുകയാണ്. ഭദ്രദീപം തെളിയിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ ഹോളിൽ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഞങ്ങൾ വിളിച്ച് സ്വാഗതം ചെയ്ത് മുന്നോട്ടിരുത്തുമായിരുന്നു. ഞങ്ങൾക്ക് അമ്മച്ചിയുടെ 4 ആങ്ങളമാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെല്ലാവരെയും കൂടെ മുന്നിലോട്ട് വിളിച്ചിട്ട് സ്വാഗതം ചെയ്തവരെ എല്ലാവരെയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരുത്തു. അതിനുശേഷം ഞങ്ങൾ രഞ്ജിനി ചേച്ചി വന്നിട്ട് സ്വാഗതം പറയുന്നതാണ്. ഇച്ചിരി ഒരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതിന് കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു മൊമെൻ്റോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഓണത്തിന്. എല്ലാ കുടുംബത്തിനും ഓരോ മൊമെൻ്റോ വീതം. അപ്പം അത് മാമൻ പ്രകാശനം ചെയ്തു. അതിനുശേഷം അമ്മായി വന്നിട്ട് എല്ലാവർക്കും ആശംസ അറിയിക്കുവാണ്. അതിൻ്റെ പരിപാടികളാണ്. അതിനുശേഷം നമ്മൾ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വരെ ഞങ്ങളുടെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാമൻ വന്ന് പാടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വള്ളപ്പാട്ടായിരുന്നു. വള്ളപ്പാട്ട് നല്ല അടിപൊളിയായിട്ട് പിള്ളേർ പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നമ്മുടെ തിരുവാതിര ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഒന്നും അറിയില്ല, ഞാനത് പഠിച്ചതുമല്ല. കുറച്ച് പേര് ചേർന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷെ ഞാനാണെങ്കിൽ കൂടെ നിന്നു, ഞങ്ങൾ കണ്ട് കളിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നിരന്നു. ഞാൻ ഇരുന്നില്ല, ഞാനാണെങ്കിൽ വിളമ്പാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാനും ചേട്ടനും ഒക്കെ ഞങ്ങളെല്ലാവരും വിളമ്പാൻ, ആദ്യം മുതിർന്നവരിരിക്കുന്നതല്ലേ, മുതിർന്നവരെല്ലാവരും ചേർന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് രണ്ടാമത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വന്നു. ഞാൻ ചുരിദാറിട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് സദ്യ കഴിക്കാനെടുത്തു. ഭയങ്കര ചൂടല്ലേ. അതിനുശേഷം ഇത് നമ്മുടെ മൊമെൻ്റോ ധനേഷേട്ടന് കിട്ടുന്നതാണ്. ഇത് ധനേഷേട്ടനാണ്. ഇത് ഞങ്ങൾ വേറൊരു ഇത് ഞങ്ങളുടെ മൂത്ത വല്യമ്മയുടെ മോനാണ്, ധനേഷേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോഴേ ഇതുണ്ടായിരുന്നു ട്രോഫിയൊക്കെ വന്ന്. പിന്നെ എല്ലാവരും ലാസ്റ്റ് സദ്യയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കുടുംബ ഫോട്ടോ എടുത്തു.
അതിനുശേഷം ധനേഷേട്ടൻ പോവാൻ ഇറങ്ങി നിൽക്കുവാണ്. പോവാന്ന് പറയുന്നല്ലാണ്ട് പോകുന്നില്ല. ഭയങ്കരമായിട്ട് എല്ലാവരെയും ചിരിപ്പിച്ചും ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാവരുടെ അടുത്ത് യാത്ര പറയുകയാണ്, ഓരോരുത്തരടുത്ത് യാത്ര പറയുകയാണ്. അതിന് ഓരോ ഡാൻസും കാര്യങ്ങളും ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ചെറിയൊരു കസേര ചുറ്റൽ കളിയൊക്കെ, അതിൻ്റെ സമ്മാനദാനമൊക്കെ നൽകി കൃതജ്ഞതയൊക്കെ പറഞ്ഞു. നമ്മൾ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അവസാനിപ്പിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ വന്നൊരു കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു ഇന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടി കേക്ക് മേടിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് അവൾക്ക് നല്ലൊരു ബർത്ത്ഡേ വിഷ് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് കേക്ക് മുറിച്ചു. കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി നല്ലൊരു ഓണം ഫംഗ്ഷൻ നമ്മൾ കുടുംബസംഗമം ഇനിയും ഓരോ തവണയും ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ കുടുംബസംഗമം ഇതോടുകൂടി അവസാനിച്ചു. അതിനുശേഷം ഞാനാണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. കുറച്ച് ചോറും കറിയും മേടിക്കാനാണ് കുടുംബത്തിലോട്ട് പോവുകയാണ്. രണ്ടാമത് ചേട്ടൻ വേണ്ടി പായസം എടുക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുക്കാൻ വന്നതാണ്. പാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ കുടുംബത്തിലോട്ട് വരികയാണ്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഇനിയും അടുത്ത ഓരോ വർഷങ്ങൾ നമുക്കിതുപോലെ ഓരോ കാര്യങ്ങൾ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്